നിയമസഭാ തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകുമ്പോൾ സ്ഥാനാർത്ഥികളെ വലയ്ക്കാൻ അപരന്മാർ രംഗത്തിറങ്ങുന്നത് രാഷ്ട്രീയ നാടകത്തിലെ സ്ഥിരം കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലുമുണ്ട് അപരന്മാരുടെ നീണ്ട നിര. മഞ്ചേശ്വരത്ത് UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിനും ബേപ്പൂരിൽ PV അൻവറിനുമാണ് ഏറ്റവും കൂടുതൽ അപരന്മാരുള്ളതെന്നാണ് വിവരം. പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികളുടെ പേരിനോട് സാമ്യമുള്ളവർ പത്രിക സമർപ്പിച്ചതോടെ വോട്ട് ചോർച്ച തടയാനുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. വോട്ടർമാർക്ക് പേര് മാറിപ്പോകാൻ സാധ്യതയുള്ളതിനാൽ പ്രചാരണത്തിൽ ചിഹ്നം കൃത്യമായി ബോധ്യപ്പെടുത്തി വോട്ട് അഭ്യർത്ഥിക്കാനുമുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി AKM അഷ്റഫിന് 3 അപരന്മാരാണുള്ളത്. 3 അഷ്റഫുമാരാണ് ഇവിടെ പത്രിക നൽകിയിരിക്കുന്നത്. KM അഷ്റഫ്, മുഹമ്മദ് അഷ്റഫ് KA കീഴൂർ എന്നിവർ പത്രിക നൽകിയതായാണ് വിവരം. LDF വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി VK പ്രശാന്തിന് അപരനായി K പ്രശാന്ത് എന്ന അപരൻ പത്രിക നൽകി. CPM വിട്ട് സ്വതന്ത്രനായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി G സുധാകരനെതിരെ പാതിരപ്പള്ളി സ്വദേശി സുധാകരൻ സ്വതന്ത്രനായി പത്രിക സമർപ്പിച്ചു. G സുധാകരൻ എന്ന പേരിനൊപ്പം വെറും സുധാകരൻ കൂടി ബാലറ്റിൽ വരുന്നത് തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്കയിലാണ് മുന്നണികൾ. ബേപ്പൂരിൽ 6 അപരന്മാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെന്നും വിവരമുണ്ട്. LDF സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിന്റെ അപരന്മാരായി മുഹമ്മദ് റിയാസ് PC, മുഹമ്മദ് റിയാസ് PT എന്നിവരാണ് മത്സരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി PV അൻവറിനെതിരെ 4 അപരന്മാരും മത്സരിക്കുന്നുണ്ടെന്നാണ് കേട്ടുകേൾവി. അൻവർ സൺ ഓഫ് സുലേഖ, അൻവർ സൺ ഓഫ് മൊയ്തീൻ കുട്ടി, അൻവർ അലി, അൻവർ എന്നിവരാണ് മത്സര രംഗത്തുള്ളവർ. ഒറ്റപ്പാലത്തും UDF-നും LDF-നും അപരന്മാരുണ്ട്. ഒറ്റപ്പാലത്ത് UDF സ്വതന്ത്രൻ PK ശശിക്ക് PK ശശി എന്ന പേരിൽ തന്നെയാണ് അപരനുള്ളത്. LDF സ്ഥാനാർത്ഥി K പ്രേംകുമാറിന് K പ്രേംദാസ് ആണ് അപരൻ. രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന പേരാവൂരിലും പ്രധാന സ്ഥാനാർത്ഥികളായ ശൈലജയ്ക്കും സണ്ണി ജോസഫിനും തലവേദനയാകുന്നത് അപരന്മാരുടെ സാന്നിധ്യമാണ്. മണ്ഡലത്തിൽ KK ശൈലജയ്ക്ക് 2 അപരന്മാരുണ്ട്. C ശൈലജ AV എന്നിവരാണ് KK ശൈലജയുടെ അപരന്മാർ. സണ്ണി ജോസഫിനും 2 അപര സ്ഥാനാർത്ഥികളാണുള്ളത്. എറണാകുളം വരാപ്പുഴ സ്വദേശി സണ്ണി ജോസഫ്, സണ്ണി എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമായതിനാൽ തന്നെ അപരന്മാർ പിടിക്കുന്ന വോട്ടുകൾ ഏറെ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ ഫലം മാറി മറിയുന്ന മണ്ഡലങ്ങളിൽ അപരന്മാർ പിടിക്കുന്ന വോട്ട് സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് കാരണമാകുമോ എന്നുള്ള ആശങ്കയിലാണ് മുന്നണികൾ. അതിനാൽ കരുതലോടെയാണ് മുന്നണികൾ അപരഭീഷണിയെ നേരിടുന്നത്. വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ പേരിനൊപ്പം ഫോട്ടോയും ചിഹ്നവും ഉണ്ടെങ്കിലും പേരിന്റെ സാമ്യം വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുമെന്നതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അപരശല്യം കാരണം പരാജയപ്പെട്ടവരിൽ പ്രധാനി മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനാണ്. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലായിരുന്നു സുധീരന്റെ അപ്രതീക്ഷിത പരാജയം. അന്ന് VM സുധീരന്റെ അപരനായി മത്സരിച്ച VS സുധീരൻ പിടിച്ചത് 8282 വോട്ടുകളാണ്. VM സുധീരൻ പരാജയപ്പെട്ടതാകട്ടെ വെറും 1009 വോട്ടുകൾക്കും. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ആലപ്പുഴ ഒഴികെയുള്ളിടത്തെല്ലാം 1000-ന് മേൽ വോട്ടുകൾ അപരൻ നേടി. തപാൽ വോട്ടുകളിൽ പോലും അപരന് വിഹിതമുണ്ടായി. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ UDF-ലെ MK രാഘവനും LDF-ലെ PA മുഹമ്മദ് റിയാസും തമ്മിലായിരുന്നു മത്സരം. K രാഘവനും M രാഘവനും UDF സ്ഥാനാർത്ഥിയുടെ അപരന്മാരായി മത്സരിച്ചു. റിയാസ്, PA മുഹമ്മദ് റിയാസ്, P മുഹമ്മദ് റിയാസ്, മുഹമ്മദ് അജി എന്നിവരായിരുന്നു ഇടത് സ്ഥാനാർത്ഥികൾക്കുണ്ടായിരുന്ന അപരന്മാർ. UDF സ്ഥാനാർത്ഥിയുടെ അപരന്മാർ 2743 വോട്ടും LDF സ്ഥാനാർത്ഥിയുടെ അപരന്മാർ 6371 വോട്ടും നേടി. അന്ന് 838 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു MK രാഘവന്റെ വിജയം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലും അപരന്മാർ സ്ഥാനാർത്ഥികൾക്കൊരു വെല്ലുവിളിയാകുമെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ അപരന്മാർ മൂലം നിയമസഭയിലെത്താൻ പറ്റാതെ വരുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു കാണാം.